ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഗൈസ് ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കും എല്ലാവരും ഷവായി ചിക്കൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്കൊരു ഷവായി ചിക്കൻ ഉണ്ടാക്കിയാലോ. പക്ഷേ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ നമ്മൾ സെയിം ഉണ്ടാക്കിയ അതിനൊരു ഗുമ്മില്ല. അപ്പം നമ്മൾ ഇച്ചിരി പ്രത്യേകമായിട്ട് ഉണ്ടാക്കുവാണ്. നമ്മുടെ കൊച്ചുള്ളി ഇല്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അങ്ങനെ മാറ്റി പിടിച്ച് അങ്ങനെ ഓരോരോ ഐറ്റംസ്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ അതെ ഗൈസ്, അപ്പം നമ്മൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, മല്ലിയില, പിന്നെ ഇതിനകത്ത് സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എല്ലാവരും ചെറിയ ഉള്ളിയാണ് കാണിച്ചത്, നമുക്ക് ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ സവാള എടുത്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മൾ ക്യാപ്സിക്കം കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, അടി കിടക്കുവാണ്, അതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും ഇതിനകത്ത് നാരങ്ങാ നീരിന് പകരം എല്ലാവരും ഒഴിച്ചിരിക്കുന്നത് വിനെഗറാണ്. നമ്മളിതിനകത്ത് കുറച്ച് നാരങ്ങാ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയും നമ്മൾ ഇതിനകത്ത് ഇവരൊന്നും ചേർക്കാവുന്ന ഒരു സാധനം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക്. കണ്ട, ഈ ചിക്കൻ സ്റ്റോക്കിൻ്റെ ഒരു ക്യൂബും കൂടെ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മളിടുന്നത് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇടുന്നത് എല്ലാവരും മുളകാണ് ഇടുന്നത്, കശ്മീരി മുളക്. നമ്മൾ പക്ഷേ മുളക് പൊടിയാണ്. ഇതിലേക്ക് നമ്മളൊരു ശകലം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനിയും നമ്മൾ ഇതിലായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് സ്മോക്ക്ഡ് മന്തി സ്പൈസിൻ്റെ പൊടിയും കൂടാണ് കേട്ടോ. അപ്പം ഇനിയും നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ അരച്ചെടുത്ത നമ്മുടെ ഷവായി ചിക്കൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് അങ്ങ് എടുക്കുവാണ്, കുക്കറിലോട്ട് തന്നെ ഡയറക്റ്റ് അങ്ങ് ഒരു ഇതെടുത്തിട്ട് എടുക്കുവാണ്. എല്ലാവരും തൊലിയുള്ളതാണ് എടുത്തത്, പക്ഷേ നമുക്ക് അതിൻ്റെ തൊലി ഇഷ്ടമല്ലാഞ്ഞതുകൊണ്ട് നമ്മളത് മാറ്റിയിട്ട് നമ്മളല്ലാണ്ട് എടുക്കുമായിരുന്നു. ഓക്കെ, ഇനി നമ്മളിത് നന്നായിട്ട് ഇതിനകത്ത് മസാല വെച്ചിട്ട് എന്നിട്ട് നമ്മൾ കുക്കറിനകത്ത് തന്നെ കുറച്ച് സമയം വെച്ചേച്ച് പിന്നെ നമ്മൾ കുക്കറിനോട്ട് തന്നെ ഇനി വേറെ പാത്രത്തിലൊന്നും എടുത്ത് കഴുകാനൊന്നും നിൽക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് എല്ലാം തൂത്ത് കൊടുക്കാം. നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് സ്പെഷ്യലായിട്ടാണെന്ന്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സോയാ സോസ് ഒഴിച്ചു, പിന്നെ കുറച്ച് ഹോട്ട് സോസ് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കുക്കറിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം അത് അങ്ങനെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്, ഒരു 2 വിസിലടിക്കട്ടെ. അപ്പം നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് നമ്മളിതിട്ടിരിക്കുന്നത് തക്കാളി ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. നമ്മൾ കുറച്ച് സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ സ്പെഷ്യലായിട്ടുള്ളതാണ് നമ്മുടെ ഉണക്കനാരങ്ങ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ കപ്സ സ്പെഷ്യലാണിത് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കാം എന്തൊക്കെയാണെന്ന്. നമ്മുടെ ഉണക്കനാരങ്ങയുണ്ട്, നല്ല ജീരകം, പെരിഞ്ജീരകം, പിന്നെ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, പിന്നെ നമ്മുടെ ഇല എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ അടുപ്പത്തോട്ടിടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി വെക്കണം. തീ ഇച്ചിരി കൂട്ടി വെക്കാം. അരി കഴുകി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാം, പച്ചവെള്ളം, ചൂടുവെള്ളം ഒഴിക്കാം. ഓക്കെ, ഞാനിപ്പം പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. ഇപ്പം നമ്മളെടുക്കുന്ന അരിയുടെ കണക്കനുസരിച്ചിട്ടുള്ള വെള്ളമാണ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. ഓരോ അരിക്കും ഓരോ വേവായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അരിക്ക് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചേക്കുന്നത്. അപ്പം വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരിയിടാം. നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് കണ്ട. ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ബട്ടറാണ് കേട്ടോ. ബട്ടർ അല്ലെങ്കിൽ ബട്ടർ ഇട്ടു, ബട്ടർ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. എന്നിട്ട് നമ്മളത് തിരിച്ചും മറിച്ചും ഇട്ടിങ്ങനെ കൊടുക്കാം. സ്പെഷ്യൽ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വാവ്, സ്പെഷ്യൽ ഐറ്റമായ കപ്സ സ്പൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഓക്കെ, സ്പൈസ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കിയത് ആക്ച്വലി ആ വെള്ളത്തിൽ ഇടേണ്ടതായിരുന്നു, നമ്മളത് അന്നേരം ഇട്ടില്ല. വെള്ളത്തിൻ്റെ അളവൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടായിരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കളറൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്.
നമ്മൾ ആ കളർ ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. നമ്മൾ കളറൊന്നും ചേർക്കത്തില്ല കേട്ടോ. ചിക്കനിവിടെ നല്ല സൂപ്പറായിട്ടായി വന്നിട്ടുണ്ട്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന ആ സ്പൈസസ് നമ്മളിതിലേക്ക് ഒഴിച്ചായിരുന്നു. ഗ്രേവി ഒഴിച്ചു കൊടുത്ത് ഇത് തിരിച്ചും മറിച്ചെല്ലാം ഇട്ട് നന്നായിട്ടാക്കി എടുക്കാം. ഗൈസ്, നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ഇതാ റെഡിയായിരിക്കുന്നു. നമ്മുടെ ഷവായി വിത്ത് കബ്സ. ഓ മൈ ഗോഡ്, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റേജിലിരിക്കുകയാണ്. നമ്മൾ ഇച്ചിരി ഒന്ന് ദം വെക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചിരിക്കുക. നമുക്ക് നമ്മുടെ കപ്സയ്ക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ നമുക്കൊരു ചട്നി റെഡിയാക്കണം. അതിന് വേണ്ടി നമ്മളിത് ഐറ്റംസ് എല്ലാം എടുക്കുവാണ്. ഓക്കെ, തക്കാളി വേണം, നമ്മുടെ മല്ലിയില വേണം, വെളുത്തുള്ളി വേണം. ഓക്കെ, നമുക്കിതൊന്ന് ഇച്ചിരി ഉപ്പും ഒരു ശകലം വിനെഗറും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ചട്നിക്ക് വേണ്ടി ഒരു ശകലം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഒരു ശകലം ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ായിട്ട് ഒരു ശകലം എണ്ണ ഒഴിക്കണം. എണ്ണ നമ്മൾ ഒഴിച്ചിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഓക്കെ, സൺഫ്ലവർ ഓയിൽ ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം, ഇനിയിപ്പോൾ ബട്ടർ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷേ നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് ഒലിവ് ഓയിലാണ്. ഇനി നന്നായിട്ട് ഇളക്കി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, നമ്മൾ കുറച്ച് ആവശ്യത്തിന് എല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ വിനെഗർ ഒരു ശകലം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഇതിന് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, മൈ ഗോഡ്, വാവ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കബ്സ വിത്ത് ഷവായി ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. കാണിക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തി ഇത് ചിക്കൻ, ഷവായി ചിക്കൻ, നമ്മുടെ പപ്പടം. നമ്മളിന്ന് കുറച്ച് സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കബ്സ ബിരിയാണി അല്ല ഇന്ന്. നമ്മൾ ഷവായി ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കബ്സ ബിരിയാണി. അപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു കബ്സയുടെ ടേസ്റ്റ് അല്ല, ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഓക്കെ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു കബ്സയുടെ വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതല്ല ഇത്. ഓക്കെ ഗായ്സ്, ദേ അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി കബ്സ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗായ്സ്, ബൈ ബൈ, ടേക്ക് കെയർ, ഷെയർ, സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. ബൈ ബൈ.